കുറഞ്ഞ കാലഘട്ടം കൊണ്ട് മഹദി ഇമാമ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അള്ളാഹു കാക്കട്ടെ. അത് വളരെ പെട്ടെന്ന് മഹദി ഇമാമ വെളിവാകും. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മഹദി ഇമാമ വെളിവാകും. മഹദി ഇമാമ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ എല്ലാ അടയാളവും ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. മഹദി ഇമാം റളിയല്ലാഹു അൻഹു ഭൂമിയിൽ വെളിവാകാനുള്ള സമയം ആയിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് വെളിവാകും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതെന്ന് എന്നൊരു കൃത്യത ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നീളാനുള്ള സാധ്യത ഇല്ല. ഒരു 10-15 കൊല്ലം ഏറെ വന്നാൽ ഒരു 15 കൊല്ലം അത്രയും വരൂ. അതൊന്നും വരൂല. ഏറെ വന്ന ഒരു 15 കൊല്ലത്തിനുള്ളിൽ മഹദി ഇമാമ വെളിവാകും. റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. 40 വയസ്സായാലാണ് മഹദി ഇമാമ വെളിവാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സായാലേ മഹദി ഇമാമ വെളിവാവുകയുള്ളൂ. 40 വയസ്സ് കഴിയണം. മഹദി ഇമാമ വരണമെങ്കിൽ 40 വയസ്സ് കഴിയണം. അതിൻ്റെയൊക്കെ സമയം ആയിട്ടുമുണ്ട്. അതെപ്പോഴും വെളിവാകാനുള്ള സാഹചര്യം ഉണ്ട്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പം മഹദി ഇമാമ വെളിവാകുന്ന കാലത്തിനെ പറ്റി മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ മഹദി ഇമാമ വെളിവാകുന്ന കാലഘട്ടം? മുലിഅത്തിൽ അർളു ജൗറൻ വളുൽമൻ. ഭൂമിയിൽ നിറയെ അക്രമവും അരാജകത്വവും നിറക്കപ്പെടും. ആ കാലത്താണ് മഹദി ഇമാമ വെളിവാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സിഹാഹു സിത്ത നിറയെ ഈ ഹദീസ് കാണാൻ കഴിയുന്നുണ്ട്. മുലിഅത്തിൽ അർളു ജൗറൻ വളുൽമാ. ഭൂമി നിറയെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലായിടത്തും നിറക്കപ്പെടും. മുലിഅത്തിൽ അർളു ജൗറൻ വളുൽമാ. എവിടെയും അക്രമം, എവിടെയും പ്രയാസം, എവിടെയും കയ്യേറ്റം, എവിടെയും കൊലപാതകം. യക്സുറുൽ ഹറജു. കൊലപാതകം അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം വലിയ കൊലപാതകം മഹദി ഇമാം വരുന്ന കാലത്ത് കൊലപാതകം അധികരിക്കും. മനുഷ്യന്റെ തല വിലയുണ്ടാവില്ല, ഒരു വിലയുണ്ടാവില്ല. മഹദി ഇമാം വരാനായി കഴിഞ്ഞാൽ ആ കാലത്തിന്റെ സ്വഭാവം എന്താ? ഒരു വിലയും മനുഷ്യന്റെ തലക്കുണ്ടാവില്ല. ഭയങ്കര ഭയാനകമായിരിക്കും. ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീമാ ഖുതില. എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവൻ അറിയുകയില്ല. എന്തിനാണ് ഞാൻ ഇവനെ കൊല്ലുന്നത് എന്ന് കൊലപാതകയും അറിയുകയില്ല. കൊല്ലുന്നവന് ഞാൻ എന്തിനാ ഇയാളെ കൊല്ലുന്നത് എന്നറിയില്ല. മരിക്കുന്നവന് എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്നും അറിയൂല.